ഹായ് ഫ്രണ്ട്സ്, പച്ചപ്പാണിന് സന്തോഷം എന്ന ചാനൽ ഒരു പുത്തൻ വീഡിയോയിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളത്തെ കായൽ തീരങ്ങളിലേക്കാണ്. കായൽ തീരമെന്ന് പറയുമ്പോൾ എറണാകുളം ടൗണിലെത്തുന്നവർ ബ്ലോക്കിലും മറ്റപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാറുണ്ട്. രണ്ടോ മൂന്നോ കാര്യങ്ങൾക്ക് വേണ്ടി പോകുമ്പോൾ നമ്മൾ സ്വാഭാവികമായും ഇടയ്ക്ക് കുറച്ച് സമയമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ സമയം കളയാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ഉടൻ തന്നെ എറണാകുളത്തിൻ്റെ ടൗണിൻ്റെ പടിഞ്ഞാറ് തീരമായ കായൽ തീരത്തേക്ക് പോവുക. അവിടെ നമുക്ക് സുഭാഷ് പാർക്കുണ്ട്, ബോട്ട് ജെട്ടിയുണ്ട്, അതുപോലെ ഹൈക്കോർട്ട് ജെട്ടിയുണ്ട്, മറൈൻ ഡ്രൈവുണ്ട്. ഇഷ്ടംപോലെ കാഴ്ചകളാണ് നമുക്ക് കാണുവാനുള്ളത്. ഇതൊക്കെ ഇപ്പോൾ എന്തിനു കാണിക്കുന്നു എന്നൊക്കെ തോന്നിയേക്കാം. എന്നാൽ വെറുതെ ഇരിക്കുന്നവരെ സംബന്ധിച്ച് ഇത്തരം കാഴ്ചകൾ നേരം പോക്കാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം ചെറിയ ചെറിയ കാഴ്ചകൾ ഞാൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളം KSRTC ബോട്ട് ജെട്ടിയിലേക്കാണ്. ഈ കാണുന്നതാണ് എറണാകുളം ബോട്ട് ജെട്ടി. അത്യാവശ്യം ബോട്ടുകളും അതുപോലെ ബോട്ടിൽ യാത്ര ചെയ്യാത്തവരെ സംബന്ധിച്ചും ഇതൊക്കെ കാണാത്തവരെ സംബന്ധിച്ചും ഇതൊക്കെ ഒരു അത്ഭുത കാഴ്ചകൾ തന്നെയാണ്. തന്നെയുമല്ല, ആ തീരങ്ങളിലൊക്കെ പോയിരുന്നാൽ സമയം പോകുന്നത് അറിയുകയില്ല. നമ്മളൊക്കെ യഥേഷ്ടം ബസ്സിലും മറ്റ് സൗകര്യത്തോടെ യാത്ര ചെയ്യുമ്പോൾ ഈ കടലിനപ്പുറയുള്ള ദ്വീപുകളിൽ തുരുത്തുകളിൽ താമസിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ അത് വല്ലാത്തൊരു ദുരിതം പിടിച്ച യാത്രകളും അതുപോലെ വളരെ കഷ്ടത നിറഞ്ഞ ജീവിത രീതിയുമാണ് അവിടങ്ങളിലുള്ളത്. കാരണം അവർക്ക് ഇവിടേക്ക് കടക്കാൻ ഈ ബോട്ട് മാർഗമേ ഉള്ളൂ. പുതിയ പാലങ്ങളൊക്കെ ഭാവിയിൽ വരുമായിരിക്കാം. എന്നാലും നമ്മളെ സംബന്ധിച്ച് ഇതൊരു രസകരമായ കാഴ്ചയുമാണ്. വല്ലപ്പോഴുമൊക്കെ ഇത്തരം കാഴ്ചകളിലൂടെയൊക്കെ നമുക്കൊന്ന് ഒളിയിടാൻ വളരെ രസകരമാണ്. സമയം പോകുന്നത് അറിയുകയുമില്ല. നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡുകൾ പോലെ തന്നെയാണ് ഇവിടെ ബോട്ടുകളും സ്റ്റാൻഡിൽ വന്ന് കിടക്കുന്നത്. ഈ കാണുന്നതാണ് KSRTC ബോട്ട് ജെട്ടി. പലതരത്തിലുള്ള ബോട്ടുകളുണ്ട്. ഇന്ന് പുതിയ തരം ബോട്ടുകളൊക്കെ ഇപ്പോൾ വളരെ നിർലോഭമായി യാത്രകൾ തുടരുന്നുണ്ട്. തന്നെയുമല്ല, വാട്ടർ മെട്രോ സംവിധാനം എറണാകുളത്തുമൊക്കെ അക്കരെ ഇക്കരെയായി ബന്ധിപ്പിച്ച് അതിൻ്റെ വിപുലീകരണം നടന്നുകൊണ്ടിരിക്കുന്നു. വാട്ടർ മെട്രോയുമായി ബന്ധപ്പെട്ട് മറ്റൊരു വീഡിയോ ഇടയ്ക്ക് പോസ്റ്റ് ചെയ്യാമെന്നുള്ളത് കൊണ്ട് ഞാൻ വാട്ടർ മെട്രോയിലേക്ക് പോകുന്നില്ല. തന്നെയുമല്ല, എറണാകുളത്തെ കാഴ്ചകൾ അനവധിയാണ്. അത്തരം കാഴ്ചകളിലൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാം. ഇപ്പോൾ നമ്മൾ ബോട്ട് ജെട്ടിയിലിരുന്നുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അങ്ങ് അപ്പുറത്തുരുത്തിൽ ഉള്ള ഓരോ നിർമ്മാണങ്ങളും അതുപോലെ കപ്പൽ ചാലുകളും ബോട്ടിൽ ചാലുകളും കപ്പലും ബോട്ടുകളൊക്കെ സഞ്ചരിക്കുന്നതുമൊക്കെ കണ്ട് അങ്ങനെ നേരം കളഞ്ഞ് ഞാൻ ഇരിക്കുകയാണ്. എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് എന്ന് നാം പറഞ്ഞു. സ്വാഭാവികമായും വല്ലപ്പോഴുമൊക്കെ കാണുന്ന നമ്മളെ സംബന്ധിച്ച് ഇത്തരം കാഴ്ചകൾ അപൂർവമാണ്. തന്നെയുമല്ല രസകരവുമാണ്. ഈ വരുന്നത് ബോട്ട് പൂർണ്ണമായും സൗരോർജ്ജത്തിൽ വർക്ക് ചെയ്യുന്ന ബോട്ടാണ്. കറണ്ടിൽ ഓടുന്ന ബോട്ടാണ്. അതായത് സൗരോർജ്ജപ്പാടിയിൽ നിന്നും കറണ്ട് ഉൽപ്പാദിപ്പിച്ച് അതുകൊണ്ട് പ്രവർത്തിപ്പിക്കുന്ന ബോട്ടാണ് ഇത്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ് പുതിയ ബോട്ടുകൾ ഇപ്പോൾ വിപണിയിൽ അല്ലെങ്കിൽ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ആകാശത്തിൻ്റെ കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നപ്പോൾ കൊക്കുകളും നീർക്കാക്കകളുമൊക്കെ വരിയായി പറന്നു പോകുന്ന കാഴ്ചകളും വളരെ രസകരമായി സമയം പോകുന്നത് അറിയാതെ അങ്ങനെ ഇരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ ഇലക്ട്രിക് ബോട്ട്. തൊട്ടപ്പുറത്തു മാറി പ്രൈവറ്റ് ബോട്ട് ജെട്ടിയുമുണ്ട്. മറ്റുള്ളവരുടെ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളെ പോലെ തന്നെ പ്രൈവറ്റ് ബോട്ട് ജെട്ടിയും അതിന് പടിഞ്ഞാറ് വശത്തായി സ്ഥിതി ചെയ്യുന്നു. അവിടങ്ങളിൽ കിടക്കുന്ന ബോട്ടുകളൊക്കെ അനക്കമില്ലാതെ കിടക്കുകയാണ്. തന്നെയുമല്ല, നമുക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട് നമുക്ക് കായലൊക്കെ ചുറ്റിക്കണ്ട് കൊച്ചി നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങൾ കായലോര പ്രദേശങ്ങളൊക്കെ ചുറ്റിക്കാണാൻ നമുക്ക് ദിവസത്തേക്ക് ബോട്ട് വാടകയ്ക്ക് കിട്ടുകയും ചെയ്യും. കുടുംബവുമൊത്ത് ഒക്കെ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രദേശങ്ങളൊക്കെ ചുറ്റി ബോട്ട് സഞ്ചാരവും അതുപോലെ തന്നെ കപ്പൽ യാത്രയും ഇവിടെ സൗകര്യമുണ്ട് എന്ന് പറഞ്ഞുകൊള്ളട്ടെ. ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഓഫീസുമൊക്കെ ഇവിടെ ഉണ്ട്. അതുപോലെ പുറംകടലിലേക്ക് യാത്ര ചെയ്യാൻ ഇവിടെ കപ്പൽ സൗകര്യവുമുണ്ട്. വൈകുന്നേരങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് 1-2 മണിക്കൂർ കപ്പൽ യാത്ര സൗകര്യവും ഇവിടെ ഉണ്ട്. അപ്പോൾ എറണാകുളത്തെ കാഴ്ചകളെക്കുറിച്ച് പൊതുവിൽ ആരോടും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. എന്നിരുന്നാലും ഈ കാഴ്ചകളൊക്കെ കാണാത്തവരും അതുപോലെ പുറത്തേക്ക് അധികം പോകാതെ
വയ്യാതെ ഇരിക്കുന്നവരെ സംബന്ധിച്ചൊക്കെ ഇത്തരം കാഴ്ചകൾ കിട്ടുമ്പോൾ വെറുതെ കണ്ടിരിക്കാൻ ഒരു രസമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം കൊച്ചു കൊച്ചു കാഴ്ചകൾ ആവർത്തന വിരസതയില്ലെങ്കിൽ പോലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത്. സ്നേഹം നിറഞ്ഞവരെ, അവിടെ ചെന്നിരുന്നാൽ നമുക്ക് നേരം പോകുന്നത് അറിയില്ല. അതുപോലെ തന്നെ ഈ കാണുന്ന പരസ്യം നമ്മൾ കാണുക, കേരള സർക്കാരിൻ്റെ പുതിയ സോളാർ ക്രൂയിസ്, ഇന്ത്യയിലെ ആദ്യത്തെ ബോട്ടാണിത്, ഇലക്ട്രിക് ബോട്ട്. നമ്മൾ പറഞ്ഞു സോളാർ ക്രൂയിസ് ഇന്ദ്ര എന്നാണ് അതിന് പേരിട്ടിരിക്കുന്നത്. ടൂറിസം കമ്മീഷണറുടെ അതുപോലെ ടൂറിസം ഡയറക്ടറുടെ മറ്റെല്ലാം ഓഫീസുകൾ ഇതിൻ്റെ അടുത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയമാണ് ഈ കാണുന്നത്. ഇവിടെ വന്നാൽ നമുക്ക് ടൂറിസവുമായി ബന്ധപ്പെട്ട എല്ലാ അറിവുകളും ചോദിച്ച് മനസ്സിലാക്കാനും സാധിക്കും. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഓരോ തരം ജീവിതങ്ങൾ ഇങ്ങനെ ബലൂൺ വിറ്റും കടല വിറ്റും ഒക്കെ ആയിട്ടും, അതുപോലെ മറ്റുള്ളവർ യാത്രയ്ക്ക് ബോട്ട് വരാൻ താമസമുള്ളവർ ഇത്തരം പ്രാവുകൾക്കൊക്കെ തീറ്റ കൊടുത്തും ഇരിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് ഞാനങ്ങനെ മതിമറന്ന് 1 മണിക്കൂർ നേരം പോയതറിഞ്ഞില്ല. ആ കാഴ്ചകളൊക്കെ ഹൃദ്യമായി ആസ്വദിച്ച് പച്ചപ്പാണ്ട് സന്തോഷമെന്ന ചാനൽ ഇവിടെ ഇന്നത്തെ കാഴ്ചകൾ അവസാനിപ്പിക്കുകയാണ്. എന്നെ കണ്ട എല്ലാവർക്കും നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. പച്ചപ്പാണ്ട് സന്തോഷം അവസാനിക്കുന്നു. ഗുഡ് ബൈ.